പോണ്ടിച്ചേരിയിൽ ബിൽഡിങ്ങുകൾക്ക് 3 പ്രത്യേകതകളാണ് ഞാൻ കണ്ടത്. ഒന്ന് അവയുടെ തൂണുകൾ, 2 അതിൻ്റെ ബാൽക്കണി, 3 മിക്കതിനും ആർച്ച് ഷേപ്പുകളുണ്ടായിരിക്കും. പലതിനും ലോഫ്റ്റുകളുണ്ടായിരിക്കും, കാർവിംഗ് പോലെയുള്ള വർക്കുകൾ. ഹായ്, അപ്പോൾ നമ്മളിന്ന് അതിരാവിലെ ഇറങ്ങി 8 മണിക്കൂർ കൊണ്ട് നമ്മൾ പോണ്ടിച്ചേരി എത്തും. സ്പീഡോമീറ്ററിൽ എല്ലാതും കിലോമീറ്ററൊക്കെ 0 സെറ്റ് ചെയ്തു. നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ല, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോണത്. നല്ല മഴയാണ് കേട്ടോ, മണ്ണുത്തി റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Our tent is ready. Before that, we set up our speaker. So, tour. This is our tent. We got some curtains. കുട്ടികൾ അവിടെ പുറകിൽ കർട്ടനൊക്കെ ഇട്ട് ഒരു ടെൻറ്റ് പോലെയൊക്കെ അടിച്ച് അവരവിടെ മ്യൂസിക്കൊക്കെ വെച്ച് അടിച്ചു പൊളിക്കുകയാണ്. ചെറുക്കോടൊക്കെ എത്തിയപ്പോൾ മഴയൊക്കെ നന്നായി കുറഞ്ഞു തുടങ്ങിയിട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലെത്തി. ഇവിടെയും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഹൈവേയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മഞ്ഞും ചുവപ്പും കളറിലുള്ള ഗുൽമോഹർ ചെടികളുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പട്ടണത്തിലെത്തിയപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ പട്ടണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ. ഓർഡർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചു. ഇവിടെ ഡീസലിന് റേറ്റ് വരുന്നത് 92 രൂപ 79 പൈസയാണ്. കഴിഞ്ഞ് 4 ടയറും ഒന്ന് ടെസ്റ്റ് ചെയ്തു. കാരണം തമിഴ്നാടിൻ്റെ ഉള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ എയർ അടിക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. ഈ എയർ ഇല്ലെങ്കിൽ ആ സൈഡ് പെട്ടെന്ന് തേയും. ഫ്രണ്ടിൽ മാത്രം 2 PSIയുടെ കുറവ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സമയം ഇപ്പോൾ 8 മണിയായി. നമ്മൾ 113 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. കേരളത്തിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ കോയമ്പത്തൂർ ബൈപ്പാസിൽ നിന്ന് 27 കിലോമീറ്ററാണ് 2 ലൈനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അത് കഴിഞ്ഞാൽ പിന്നെ 6 ലൈനാണ്. ഫാമിൻ്റെ മുന്നിലെ വണ്ടി നിർത്തിയ ഗൈസ്. പയ്യണ്ണം പറഞ്ഞു വണ്ടി മാറ്റണ്ട. വണ്ടി കണ്ടപ്പോൾ ആടും പശുവൊക്കെ പേടിച്ചു പോയി. ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുകയാണ്. ഇത് യോഗ എന്താ ഇത് യോഗ ബാർ എന്ന് പറഞ്ഞിട്ട് കുറേ തരം ഫ്രൂട്ട്സുകളുടെ ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. അതുപോലെ അതിൽ പാലും പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8:40 ഏകദേശം കോയമ്പത്തൂർ ബൈപ്പാസൊക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് എടുത്തു. മഴയും വന്നു. നമ്മൾ സഞ്ജയഗിരി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. 250 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. 4 മണിക്കൂർ എടുത്തു. നമ്മൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ട് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തി. പേരിന് നമ്മൾ 2 കോഫിയൊക്കെ വാങ്ങി. കുട്ടികൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഒരു രാവിലെ കഴിച്ചതല്ലേ. ഇവിടെ കരിപ്പെട്ടി വെക്കാൻ വെച്ചിട്ടുണ്ട്. 250 രൂപയാണ് വില. കുട്ടികൾ പാർക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി. നല്ല ഫിൽറ്റർ കോഫിയാണ് കേട്ടോ, സൂപ്പർ. നമ്മളൊരു ദിവസം ചോക്ലേറ്റിന്റെ സിപ്പപ്പ് വാങ്ങിയില്ല, ഏകദേശം 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി. ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഭക്ഷണം ഉണ്ടാക്കൽ സിമ്പിൾ പരിപാടി ഉണ്ടോ. കുക്കുംബർ തൊലി കളഞ്ഞ് വെക്കുക, ബണ്ണിൽ മയണൈസ് വെച്ച് അതിൻ്റെ മേലെ ഓംലേറ്റ് വെക്കുക, തൊട്ടപ്പുറത്തെ പാതിയിൽ കുറച്ച് സോസ് വെച്ച് കുക്കുംബർ അരിഞ്ഞ് ഒരു 3-4 കഷ്ണം വെക്കുക. ഫുഡ് റെഡി. ഇതിലെല്ലാ ഒരു സമീകൃത ആഹാരമായിട്ടോ അത്. ഇതിൽ ഫാറ്റായി, കാർബോഹൈഡ്രേറ്റായി, പ്രോട്ടീനായി, മിനറൽസായി. അടിപൊളി ഫുഡ്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫുഡാണ്. അങ്ങനെ കാറിൻ്റെ ബൂട്ട് സ്പേസ് ഒരു തട്ടുകടയായി. ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് കേദറിനാണ്. അപ്പോൾ അവൾ തന്നെ ആ ജോലി ഏറ്റെടുത്തു. നമുക്കൊരു മേശയുടെ കുറവുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേശ വാങ്ങണം. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ആസിഡിറ്റി വരാണ്ടിരിക്കാനായിട്ട് നാരങ്ങ വെള്ളം കഴിക്കുന്നത് ബെസ്റ്റാണ്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. ഇനി 2 മിനിറ്റ് ഒന്ന് വിശ്രമിച്ചിട്ട് ഒന്ന് മയങ്ങിയിട്ട് പോകാം. 20 കിലോമീറ്റർ കൂടി ആയി കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയായി. പോണ വഴിക്ക് ഇടത്ത് വശത്തായിട്ട് ഒരു മല കണ്ടു. പക്ഷേ ആ മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കുറേ കല്ലുകൾ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ പോലത്തെ മല. മുന്നോട്ട് പോയപ്പോൾ ഒരു ബെൻസ് തട്ടിക്കിടക്കുന്നുണ്ട്. ലോറിയായിട്ടാണ് തട്ടിയത്. ഈ പോകുന്ന വഴി കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ 2 സൈഡിലും നമ്മുടെ കാറ്റാടി മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഏതോ ഒരു യൂറോപ്പിൻ്റെ പോലെ തോന്നും. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു കൃഷിസ്ഥലം കണ്ടു. നമ്മുടെ കേരളത്തിനോട് സാമ്യം തോന്നുന്ന പോലത്തെ സ്ഥലം. നല്ല 2 സൈഡിലും വയലായിട്ടുള്ള ഒരു സ്ഥലം. ഈ റോഡ് കോൺക്രീറ്റ് റോഡാണ്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കോൺക്രീറ്റ് റോഡ് വേണമെന്നാണ്. കാരണം മഴയത്ത് ഈ ടാറ് പെട്ടെന്ന് ഇളകിപ്പോയി കേടാവും. പക്ഷേ ഇതൊരിക്കലും കേടാവില്ലല്ലോ. അങ്ങനെ മനോഹരമായ വയലിലൂടെ നമ്മൾ യാത്ര തുടർന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇഷ്ടികക്കളങ്ങൾ കണ്ടുട്ടോ. നമ്മുടെ തൃശ്ശൂർ, പുതുക്കാട്, ഒല്ലൂർ ഭാഗത്തൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു.
ഇപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ പോലും ഇല്ലാതായി. ഇവിടെ ഇങ്ങനെ പോണ്ടിച്ചേരി എത്തുന്നതിന് മുന്നേ ഒരു 10-15 കിലോമീറ്റർ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്ടിയ കളങ്ങൾ കാണാം. കൃഷി ഏരിയയിൽ നിന്ന് തന്നെ മണ്ണെടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വിശാലമായ നെൽപ്പാടങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു പറ 2 പറ ഒക്കെ ഓരോന്നിനും വ്യത്യസ്തമായ കൃഷികളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഉഴുന്ന്, അതുപോലെ വെളുത്തുള്ളി, ഉള്ളി, കരിമ്പ്, പലതരം പച്ചക്കറികൾ. അതിങ്ങനെ ഓരോ 2 പറ 3 പറ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഇപ്പോൾ 7 മണിക്കൂറായി. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കടകളൊക്കെ അടച്ചിരിക്കുക. വീട്ടിൽ നിന്ന് സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബൂട്ടേൻ ഗ്യാസ് വെച്ച് ഇതിൽ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ചായ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഒരാൾ ചായപ്പൊടി പിടിച്ചിരിക്കുന്നു, ഒരാൾ ചായ അരിക്കാനുള്ള പാത്രം അരിപ്പും പിടിച്ചിരിക്കുന്നു. വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 3 മിനിറ്റ് കൊണ്ട് വെള്ളം തിളച്ചു. സാധനം കൊള്ളാട്ടോ അത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 3:30 അപ്പോൾ ചായ നമ്മൾ പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ 4 മണിയിലത്തെ ചായ നമ്മളിവിടെ സ്റ്റവ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ കടകളൊക്കെ അടഞ്ഞും കിടക്കുകയാണ്. ഭാഗ്യമായി ഇതിവിടെ കൊണ്ടുവന്നത്. ഞാൻ സിനിമയിലും മറ്റൊക്കെ കണ്ടിട്ടുള്ളൂ മരിച്ച ആളുടെ മൃതദേഹം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇവിടെ ഒരു പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു വാഹനം ഉണ്ടാക്കി അതിൽ വളരെ ആർഭാടത്തോട് കൂടിയിട്ടാണ് ആളെ കൊണ്ടുപോകുന്നത്. ഇത് എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗത്ത് എത്തി. നല്ല ട്രാഫിക് ഉണ്ട്, ഒരാൾ പോലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല കേട്ടോ. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഇവിടെ ഒരുപാട് ലിക്കർ ഷോപ്പുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കാണാനുണ്ട്. ഏകദേശം ഈ ഭാഗത്താണ് കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ വന്ന് നിൽക്കാറുള്ളത്. നമ്മളൊരു ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞു, അവിടേക്ക് പോയതാണ്. നമ്മൾ റൂം നോക്കാനായിട്ട് വന്നു. ഇവിടെ കിങ് സൈസ് ബെഡുണ്ട്. പിന്നെ റൂം കുഴപ്പമില്ല, നല്ല ഇൻറ്റീരിയർ, നല്ലൊരു പുറത്തേക്ക് വ്യൂ കിട്ടുന്ന ഒരു ജനാലയുണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്, ചെരുപ്പും നമ്മുടെ ഡ്രസ്സുകളൊക്കെ തൂക്കിയിടാം, സൈഡിലായിട്ടൊരു മിറർ, പിന്നെ കുറച്ച് എഴുതാനും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയൊരു ടേബിളും ഒരു ടിവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ബാത്റൂം വൃത്തിയുള്ളതാണോ എന്ന് നോക്കി. ബാത്റൂം കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു ഡോറിൽ സ്കാനർ ഒട്ടിച്ചിട്ടുണ്ട്. വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന 10 സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും പിന്നെ വൈഫൈ, ഹോട്ടലുകാരെ വിളിക്കാനുള്ള നമ്പറൊക്കെ. ടോയ്ലറ്റ് കുഴപ്പമില്ല, വൃത്തിയുണ്ട്. നമ്മളിപ്പോൾ ഇതന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമൊക്കെ നമുക്ക് ഇഷ്ടമായി. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കിച്ചണുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കാം. ഫ്രിഡ്ജുണ്ട്, തൊട്ടടുത്തൊരു കട്ടിലുണ്ട്. ഇവിടുന്ന് 1.25 കിലോമീറ്ററാണ് നമ്മുടെ വൈറ്റ് ടൗണിലേക്ക്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൊമനേഡ് ബീച്ച്. 1650 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇതിന് റെൻറ്റ് വരുന്നത്. നമ്മൾ 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. 3340. അങ്ങനെ നമ്മൾ നാളെ രാവിലെയാണ് ഈ പോണ്ടിച്ചേരിയിലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്.